നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആരോഗ്യവകുപ്പിന് അനുകൂലമായ നിലപാട്. ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎയുടെ ഓഫീസിലേക്ക് യുഡിവൈഎഫ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു. എംഎൽഎ ഓഫീസിനുള്ളിൽ കയറിയും പ്രതിഷേധം. അച്ചൻകോവിൽ വാടകത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കേസ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മത്സരിച്ചതെന്ന് കാട്ടിയാണ് ഹർജി. പുനലൂർ മുൻസിഫ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും നിലവിലുള്ളവ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി. ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തും. ഹൃദ്രോഗികൾക്കും അർബുദ ബാധിതർക്കുമായി ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്നും ലതാദേവി. കല്ലട ജലസേചന പദ്ധതി. വലതുകര മെയിൻ കനാലിലൂടെ ഞായറാഴ്ച ജലം തുറന്നുവിടും. 12-ന് ഇടതുകര കനാലിലൂടെയും ജലവിതരണം ആരംഭിക്കുമെന്ന് KIP. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎയുടെ ഓഫീസിലേക്ക് യുഡിവൈഎഫ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ എംഎൽഎ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. പന്മന സ്വദേശിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ എംഎൽഎ ന്യായീകരിച്ചെന്നാരോപിച്ചാണ് യുഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പന്മന മനയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ ചവറ എംഎൽഎ ന്യായീകരിച്ചെന്ന് ആരോപിച്ചാണ് യുഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ചവറയിലെ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ്, RYF, യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു മാർച്ച് നടത്തിയത്. എംഎൽഎ ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ എംഎൽഎ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഗവൺമെന്റും ആരോഗ്യവകുപ്പുമാണ് വേണുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു. എന്റെ മരണം സംഭവിച്ചാൽ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് ശപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ എന്റെയും നിങ്ങളുടെയും ചെവിയിൽ ഇന്നും അതുണ്ട്. ആർക്കെങ്കിലും നിഷേധിക്കുവാൻ കഴിയുമോ? ആ മനുഷ്യന്റെ മരണത്തിന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് ബന്ധമുണ്ട്, പങ്കുണ്ട് എന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ഞാൻ നിങ്ങളും അടക്കമുള്ള ആളുകൾ കേട്ടതാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം മരണപ്പെടുന്നു. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് വലിയ തരത്തിൽ ചർച്ചയാക്കുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞ് DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിൽ പറയുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് സംസ്ഥാന ഗവൺമെന്റിന് പങ്കുണ്ട്. RYF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മനോജ് പന്തവിള, ശരത് പട്ടത്താനം, സിയാദ് കോയിവിള, ഫിറോസ് പള്ളത്ത്, മേച്ചേജത്ത് ഗിരീഷ്, R അരുൺരാജ്, പുലത്തറ നൌഷാദ്, കാട്ടൂർ കൃഷ്ണകുമാർ, ജസ്റ്റിൻ ജോൺ, സുഭാഷ്, കല്ലട ഷിമേർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.
സംഘം ചേർന്ന് യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. ഒളിവിലായിരുന്ന കാപ്പ കേസ് പ്രതി പിടിയിൽ. ശൂർനാട് തെക്ക് സ്വദേശി ചന്തുവാണ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്നുമാണ് ഇയാളെ ശൂർനാട് പോലീസ് പിടികൂടിയത്. സംഘം ചേർന്ന് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന കാപ്പ കേസ് പ്രതിയാണ് പിടിയിലായത്. ശൂർനാട് തെക്ക് ആയിക്കുന്നം കോടംവിളത്തക്കതിൽ ചന്തുവാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും ശൂർനാട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മെയ് 28-നായിരുന്നു സംഭവം. ശൂർനാട് ചക്കുവള്ളിയിലുള്ള പങ്കാളീസ് ക്ലബിന് സമീപം ചക്കുവള്ളി സ്വദേശികളായ യുവാക്കളെ കാറിലും മറ്റു വാഹനങ്ങളിലുമായി സഞ്ചരിച്ചവർ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയും ഒഴിഞ്ഞുമാറിയ യുവാക്കളെ മുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം കമ്പിവടി കൊണ്ട് അടിച്ചും ബിയർ കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് പെട്രോൾ പമ്പിന് സമീപം മറ്റൊരു യുവാവിനെയും സംഘം മർദ്ദിച്ചു. ഇവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതികളിൽ ഭൂരിഭാഗത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തെ തുടർന്ന് നാടുവിട്ട ചന്തു കേരളത്തിലും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ശാസ്താംകോട്ട ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചിന്നക്കട BSNL കസ്റ്റമർ സെന്ററിന് മുമ്പിൽ ധർണ നടത്തി. ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കുക, 8ാം ശമ്പള കമ്മീഷൻ ടേംസ് ഓഫ് റഫറൻസിൽ പരിഷ്കരണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കുക, 8ാം ശമ്പള കമ്മീഷൻ ടേംസ് ഓഫ് റഫറൻസിൽ പരിഷ്കരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. ചിന്നക്കട BSNL കസ്റ്റമർ സെന്ററിന് മുന്നിലായിരുന്നു ധർണ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വലിയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറയുന്നത് സ്ഥിരം തൊഴിലുകളോ അതുപോലെ സ്ഥിരം ആയിട്ടുള്ള ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജിമിക്കുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് വഞ്ചനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നയമാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേന്ദ്ര സർവീസ് തന്നെ ദുർബലമാക്കുകയാണ്. എല്ലാ മേഖലകളിലേക്കും ആ നയം നടപ്പിലാക്കുകയാണ്. സ്ഥിരം തൊഴിൽ വേണ്ട എന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം കേന്ദ്ര സർവീസുകൾ അതിനെ ദുർബലമാക്കുന്ന നയസമീപനങ്ങൾ നടപ്പിലാക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ സ്വകാര്യവൽക്കരിക്കുമോ എന്ന് കരുതിയിട്ടുണ്ട്. സൈന്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനമാണ്. ഫോറം സംസ്ഥാന ചെയർമാൻ VAN നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. K സുകുമാരൻ നായർ, S ബഷീർ, രാധാകൃഷ്ണകുമാർ TP, സോമൻ G, സുരേഷ് M, ശ്രീവല്ലഭൻ, ഗോപി, അജയകുമാർ, T ജോസഫ്, R മഹേശൻ, C ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുല്ലുവെട്ടി തീയിടുന്നതിനിടെ തീ പടർന്ന് ഒരാൾ മരിച്ചു. കാവനാട് സ്വദേശി ദയാനിധിയാണ് മരിച്ചത്. മുഖത്തല അൻസാരിമുക്കിലായിരുന്നു അപകടം. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഈ വസ്തു വീട്ടിൽ മേടിക്കുന്നത്. ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. ഇവിടെ ഇപ്പോൾ കരിയിലേക്ക് പടർന്നു കിടന്നപ്പോൾ ഇദ്ദേഹം ഇന്ന് വൃത്തിയാക്കാനായിട്ട് അവധി ആയതുകൊണ്ട് പുള്ളി വൃത്തിയാക്കാനായിട്ട് വന്നതാണ്. വൃത്തിയാക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ തീ പടർന്ന് പിടിച്ചത്. തുറന്നപ്പോൾ ആദ്യത്തെ പുരടത്തിലേക്കൊക്കെ പിടിച്ചപ്പോൾ തൊട്ടയിലത്തെ പുരടക്കാരൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇച്ചിരി അണയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അന്നേരം ഈ അപകടം മരണം നടക്കുന്നതൊന്നും പുള്ളി അറിയുന്നില്ല, ഈ വേറെ ആരും അറിയുന്നില്ല. ഇദ്ദേഹം തന്നെ തീ അയലത്തെ പുരടത്തിലോട്ട് പടർന്നപ്പോൾ പുള്ളി തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് ഇത് അറിയിച്ചത്. പക്ഷേ അവർ വരുന്നതിന് തന്നെ പുള്ളി മേലത്തെ പുരടത്തിലോട്ട് കയറിയപ്പം മറിഞ്ഞു വീണതാണോ അതോ ശ്വസിച്ച് മറിഞ്ഞു വീണെന്ന് അറിയാൻ കഴിയത്തില്ല. എന്തായാലും മറിഞ്ഞു വീണു. പറഞ്ഞപ്പോൾ പുള്ളി ആൾ കത്തി, പുള്ളി മരിച്ചു. പക്ഷെ അതൊന്നും ആളുകളൊന്നും അറിയുന്നില്ല. പിന്നെ തീ അടയ്ക്കാൻ വന്ന ആളുകളാണ് ഈ ഫയർഫോഴ്സ് വരുന്ന കണ്ടുകൊണ്ടാണ് ആളുകളെല്ലാം ഓടി പോകാൻ ആൾക്കാർ ഓടി എത്തിയത്. കൊല്ലം മുഖത്തല അൻസാരിമുക്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു അപകടം. കാവനാട് ചന്ദ്രികാ ഭവനിൽ 55 വയസ്സുള്ള ദയാനിധിയാണ് മരിച്ചത്. ഇയാളുടെ മുഖത്തലയിലുള്ള വസ്തുവിൽ രാവിലെ ജോലി ചെയ്യുകയും പുല്ല് വൃത്തിയാക്കി തീയിടുകയുമായിരുന്നു. എന്നാൽ കാറ്റിൽ തീ ആളിപ്പടർന്നു. ഇയാൾ തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ നിയന്ത്രണ വിധേയമായില്ല. തുടർന്ന് ഇയാൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചപ്പോഴാണ് ഇയാളുടെ മൃതശരീരവും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ കിടക്കുമായിരുന്നു. നോക്കി തട്ടിയൊക്കെ നോക്കി, അന്നേരം അനക്കൊന്നുമില്ല. ഇവിടെ 3 ചേച്ചിമാരും വിനോദം എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്ത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നോക്കി തട്ടി നോക്കിയപ്പോൾ അനക്കൊന്നുമില്ല. പിന്നെ കൊട്ടിയം സ്റ്റേഷനിലൊക്കെ വിളിച്ചു. പുള്ളി കൊണ്ടുവന്ന് കന്നാസോടെ കിടപ്പുണ്ട്. പുള്ളി വെള്ളമായിട്ടാണ് വന്നത്. ഫയർഫോഴ്സുകാർ വന്നപ്പോഴാണ് വെള്ളമെന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു പുള്ളി സൂയിസൈഡ് ചെയ്തതെന്ന് വിചാരിച്ചു. ഫയർഫോഴ്സുകാർ വന്നപ്പോഴാണ് അത് അതിനകത്ത് വെള്ളമെന്ന് മനസ്സിലായത്. പുള്ളി അണയ്ക്കാൻ വന്നതാണ്. പക്ഷെ അത് നമ്മളറിയുന്നില്ല. നമ്മൾ ഓടി വരുന്നത് കണ്ടുകൊണ്ട് പുള്ളി ഇതാന്ന് വിചാരിച്ച് വീണ് കിടക്കുമായിരുന്നു. ഇതേ കിടക്കുമായിരുന്നു.
അമിതമായി പുക ശ്വസിച്ചതുകൊണ്ടോ തീയിലേക്ക് വീണുപോയതോ ആകാം മരണകാരണമെന്ന് പോലീസ് പറയുന്നു. മൃതശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. PC വിഷ്ണുനാഥ് MLA അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. കൊട്ടിയം പോലീസിന്റെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു. നോക്കാൻ വന്നതാണ്, വീടും പുരയിടം നോക്കാൻ വന്നതാണ്. വന്നപ്പം പുരയിടം വൃത്തികേടായി കിടന്നപ്പം അത് തീയിട്ടത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയായി ശ്രമിച്ചപ്പോഴാണ് ഈ തീ ആളി പടർന്നപ്പോൾ പുള്ളി ഭയന്നു പോയി. അപ്പോഴത്തേന് ഇദ്ദേഹം ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം വീണുപോയി. ഇവിടെ പുക ശ്വസിച്ചുകൊണ്ടായിരിക്കും വീണുപോയി. അപ്പോഴത്തേന് തീ പടർന്ന് പുള്ളി അങ്ങനെ ആയിരിക്കും മരിക്കാൻ കാരണം അതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി. 1,20,00,000 രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമായതെന്ന് PS സുബാൽ MLA അറിയിച്ചു. LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണം പൂർത്തിയായി താമസക്കാർക്ക് കൈമാറിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ തൊട്ട് അടുത്ത പുരയിടത്തിൽ നിന്നും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. തുടർന്ന് ആളുകൾ പരിഭ്രാന്തിയിലാകുകയും ചെയ്തിരുന്നു. PS സുബാൽ MLA സ്ഥലം സന്ദർശിക്കുകയും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ PWD എഞ്ചിനീയറിംഗ് വിഭാഗം, LSGD എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരെ സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥലപരിശോധന ഉൾപ്പെടെയും നടത്തിയിരുന്നു. മതിയായ നിലവിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി അനുവദിക്കാൻ 1,20,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. അതുമായി ചേർന്ന് ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി വിളിച്ചു ചേർത്ത ആദ്യത്തെ യോഗത്തിൽ തന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങളെല്ലാം നമ്മൾ ഓഫീസിലെത്തിച്ചു. അദ്ദേഹം പുല്ലൂരിൽ വരികയുണ്ടായി. പിന്നീട് വീണ്ടും യോഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാഥമിക സർവേക്കും DPR തയ്യാറാക്കുന്നതിനും വേണ്ടി 30.84 ലക്ഷം രൂപ നമുക്ക് ഗവൺമെൻറ് അനുവദിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നതിന് PWD ഡിസൈൻ വിങ്ങിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും നിലവിലുള്ളവ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി. ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തും. ഹൃദ്രോഗികൾക്കും അർബുദബാധിതർക്കുമായി ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്നും കൊല്ലത്ത് മീറ്റ് ദി പ്രസിൽ ലതാദേവി വ്യക്തമാക്കി. 382 ഗ്രാമീണ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി പറഞ്ഞു. 382 വർക്കുകൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള വർക്കുകളുടെ റിവ്യൂ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും എഞ്ചിനീയറിംഗ് വിങ്ങിനെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുകയും ഓരോ വർക്കിന്റെയും എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ തീരുമാനിച്ച് അവർക്കൊരു ടാർഗറ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു മേഖലയിലല്ല, എല്ലാ മേഖലകളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഹൈസ്കൂളുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +2 സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നിരിക്കെ ആ സ്കൂളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് വേണ്ടി നിലവിൽ പരിമിതമായ തനത് ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തി നടപ്പാക്കുന്ന ഒട്ടനവധി അഭിമാന പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജീവനം. വൃക്കരോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം, മരുന്ന് എന്നിവ നൽകുന്ന പദ്ധതിക്ക് വലിയ അഭിപ്രായമാണുള്ളതെന്നും R ലതാദേവി കൂട്ടിച്ചേർത്തു. ആളുകൾക്ക് വോട്ട് ചോദിക്കുവാൻ ചെന്ന അവസരത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പറഞ്ഞു, കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശം, എന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ചടയമംഗലം ഡിവിഷനാണ്, അവിടെയുള്ള ആളുകൾ പോലും പറയുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് നിങ്ങൾ വോട്ട് തരാൻ. കാരണം വൃക്ക രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അത് വിജയകരമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് കൊല്ലം ജില്ലയിൽ ഉള്ളത് എന്നുള്ളത് അതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെ എടുത്ത് പറയുന്ന
ഒരു കാര്യമാണ്. ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തും. നിലവിലുള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിക്കായി സമഗ്ര പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലെത്തിച്ചു. ഹോമിയോ ആശുപത്രിയിലും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ക്യാൻസർ ബാധിതരായ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 2500 രൂപയുടെ ഭക്ഷ്യക്കിറ്റും ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ അമ്മമാർക്കായി 3000 രൂപയുടെ കിറ്റും നൽകുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവം നടത്തുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ട് കുഞ്ഞുങ്ങളെ ഒതുങ്ങി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഷീറ്റ് ആയിരുന്നാലും മറ്റ് സാധനങ്ങളായിരുന്നാലും അത് പുതപ്പിനോടൊപ്പം തന്നെ മരുന്ന് അടക്കമുള്ള സാധനങ്ങൾ, സോപ്പ് ഉൾപ്പെടെ 3000 രൂപയുടെ സാധനങ്ങൾ വിക്ടോറിയ ആശുപത്രിയിൽ അമ്മമാർക്ക്, പ്രസവിക്കുന്ന അമ്മമാർക്ക് നൽകുന്ന പദ്ധതിയും നടന്ന്. അപ്പൊ അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വയോധികർക്ക്, രോഗികൾക്ക്, വൃദ്ധർക്ക് ശരണാലയങ്ങൾ. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം മഹേഷ് കുമാർ, ട്രഷറർ കണ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള യുക്തിവാദി സംഘം 34ാം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. സോപാനം ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമ്മേളനം നടക്കുന്നത്. 31 വർഷം മുമ്പ് 1994 സംഘത്തിന്റെ 17ാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത്. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ആശയസമരം നടത്തുകയാണ് യുക്തിവാദി സംഘം. പ്രസ്ഥാനത്തിന്റെ 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. സമ്മേളനം വിഖ്യാത ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്തു. That inequality is divinely ordained. That is why I feel at home among you, not geographically but intellectually and morally. I thank the Kerala Yuktivadi Sangam for this honor. I do not see it as an award for past work. I see it as a challenge, a demand that I continue to speak, to question, to resist and to refuse silence. Before I go further, I wish to acknowledge briefly but with deep respect the woman who is presenting this award to me today, Srimati VP Zuhara. കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന യുക്തിരേഖ മാധ്യമ പുരസ്കാരം തസ്ലീമ നസ്രീന് സമ്മാനിച്ചു. 1,00,000 രൂപയും മൊമെന്റോയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്തിപത്രം ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാറും ക്യാഷ് അവാർഡ് യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി TK ശക്തിധരനും സമ്മാനിച്ചു. തസ്ലീമ നസ്രീന്റെ മതേതര നിലപാടുകളും എഴുത്തിനോടുള്ള പ്രതിബദ്ധതയും ഒരു സ്ത്രീ എന്ന നിലയിൽ മതമേധാവിത്വത്തോട് പോരടിച്ചു നിൽക്കാനുള്ള തന്റെ മാണ് അവാർഡിന് അർഹയാക്കിയത്. അവാർഡ് തുക 1,00,000 രൂപ തസ്ലീമ നസ്രീൻ നൽകുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ. യുക്തിരേഖ അവാർഡ് 1,00,000 രൂപ തസ്ലീമ നസ്രീനെ കൈമാറി. സ്വാഗത സംഘം ചെയർമാൻ കുരീപ്പുഴ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, FIRA അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ നരേന്ദ്ര നായിക്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി, പ്രൊഫസർ TJ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യവകുപ്പിന് അനുകൂലമായ നിലപാട്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഓഫീസിലേക്ക് UDYF നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു. MLA ഓഫീസിനുള്ളിൽ കയറിയും പ്രതിഷേധം. അച്ചൻകോവിൽ വാർഡംഗത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കേസ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മത്സരിച്ചതെന്ന് കാട്ടിയാണ് ഹർജി. പുനലൂർ മുൻസിഫ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും നിലവിലുള്ളവ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി. ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തും. ഹൃദ്രോഗികൾക്കും അർബുദ ബാധിതർക്കുമായി ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്നും ലതാദേവി.
കല്ലട ജലസേചന പദ്ധതി വലതുകര മെയിൻ കനാലിലൂടെ ഞായറാഴ്ച ജലം തുറന്നുവിടും. 12-ന് ഇടതുകര കനാലിലൂടെയും ജലവിതരണം ആരംഭിക്കുമെന്ന് KIP. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.